റീഫെക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാള സിനിമയിലെ വൈകാരിക മുഹൂർത്തങ്ങളെ തന്മയത്വത്തോടെ തിരശ്ശീലയെത്തിച്ച AK ലോഹിതദാസ് എന്ന അതുല്യ പ്രതിഭയുടെ ജീവിതം പിൽക്കാലത്ത് വലിയൊരു ട്രാജഡിയായി മാറിയത് കസ്തൂരിമാൻ എന്ന സിനിമയുടെ തമിഴ് റീമേക്കോടെയായിരുന്നു. 2003 മലയാളത്തിൽ വൻ വിജയം നേടിയ ചിത്രം തമിഴിലേക്ക് മാറ്റാൻ അദ്ദേഹം തീരുമാനിച്ചപ്പോൾ അതൊരു വലിയ സാമ്പത്തിക കിടിയാവുമെന്ന് ആരും കരുതിയിരുന്നില്ല. പ്രതീക്ഷിക്കാത്ത നിർമ്മാതാവിൻ്റെ പിന്മാറ്റം. തമിഴ് കസ്തൂരിമാൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ അപ്രതീക്ഷിതമായി നിർമ്മാതാവ് പിന്മാറിയതോടെ സിനിമ പാതിവഴിയിൽ നിലയ്ക്കുന്ന അവസ്ഥയായി. എന്നാൽ ആ കലാകാരൻ്റെ വാശിയും സിനിമയോടുള്ള സ്നേഹവും കാരണം ആ ഭാരം സ്വന്തം ചുമലിലേറ്റാൻ അദ്ദേഹം തീരുമാനിച്ചു. സിനിമ പൂർത്തിയാക്കാൻ ലോഹി സാർ സ്വന്തം നിലയിൽ പണം കണ്ടെത്താൻ നിർബന്ധിതനായി. എന്നാൽ തമിഴ് കസ്തൂരിമാൻ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടതോടെ ലോഹിതദാസ് വലിയ കടക്കണിയിലായി. ഈ സിനിമ വരുത്തിവെച്ച വമ്പിച്ച കടബാധ്യതകൾ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ തകിടം മറിച്ചു. കടം തീർക്കാനായി തൻ്റെ പ്രിയപ്പെട്ട 2 വീടുകൾ പോലും അദ്ദേഹത്തിന് പണയപ്പെടുത്തേണ്ടി വന്നു. സാമ്പത്തിക പ്രതിസന്ധിയും മാനസികമായ അസ്വസ്ഥതകളും അദ്ദേഹത്തെ സർഗാത്മകതയെപ്പോലും തളർത്തിക്കളഞ്ഞു. സിനിമകളിൽ നിന്നും എഴുത്തിൽ നിന്നും ആ വലിയ എഴുത്തുകാരൻ സാവധാനം അകന്നുപോയി. ഏകാന്തതയും മാനസിക വിഷമങ്ങളും അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഒടുവിൽ 2009 ഹൃദയാഘാതത്തിൻ്റെ രൂപത്തിൽ മരണം ആ നക്ഷത്രത്തെ നമ്മിൽ നിന്നും തട്ടിയെടുത്തു. മലയാളിയുടെ മണ്ണും മണവും വികാരങ്ങളും തൻ്റെ വരികളിലൂടെ പകർത്തിവെച്ച ആ വലിയ മനുഷ്യൻ അനുഭവിച്ച വേദനകൾ ഇന്നും മലയാള സിനിമയിലെ കറുത്ത അധ്യായമാണ്.